എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കുള്ള അതായത് GNM കോഴ്സിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നിലവിൽ ഇന്ന് മുതലാണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു മാസം വരെ ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഈ ഒരു GNM സ്കൂളിൽ ബന്ധപ്പെട്ട് അവിടെ നേരിട്ട് പോയിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷ നൽകുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങൾ ഈ വർഷം ഈ ഒരു +2 പാസ്സായ വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു +2 റിസൾട്ടിൻ്റെ ആ ഒരു മാർക്ക് ലിസ്റ്റ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തതിൻ്റെ ആ ഒരു കോപ്പി എന്നിവയാണ് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ അപേക്ഷാ ഫോമിന് ഒരു ഫീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫീസും വിദ്യാർത്ഥികൾ ആ ഒരു ഫോം വായിക്കുന്ന സമയത്ത് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് അപേക്ഷ നൽകുന്നതിനായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫോം വാങ്ങി ഫില്ല് ചെയ്ത് നിങ്ങളുടെ ആ ഒരു SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റിൻ്റെ ആ ഒരു പകർപ്പ് എന്നിവയാണ് അതിനോടൊപ്പം നൽകേണ്ടതായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും നഴ്സിംഗ് സ്കൂളുകളിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് പഠിപ്പിക്കുന്ന സ്കൂളിൻ്റെ ആ ഒരു ഫോൺ നമ്പറൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നേരിട്ട് പോയിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ ഓരോ സ്കൂളുകളിലും ഏകദേശം 30 മുതൽ 40 വരെ സീറ്റുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികളിൽ നിന്നും അവരുടെ മാർക്ക് അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് നൽകപ്പെടുക. നിങ്ങൾക്ക് ഈ ഒരു സ്കൂളിലേക്ക് അഡ്മിഷൻ നൽകുകയാണെങ്കിൽ ആ ഒരു സ്കൂളിൽ നിന്നും അത് നിങ്ങൾ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു സ്കൂളിൽ നിന്നും വിളിക്കും. അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ പോയിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ ഫീസും അടച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു മാനേജ്മെൻറ്റ് സ്കൂളുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു GNM കോഴ്സ് എന്ന് പറഞ്ഞാൽ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് എന്നാണ്. അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ കേരളത്തിൽ നഴ്സിംഗിന് അലോട്ട്മെൻറ്റ് BSc നഴ്സിംഗിന് അതായത് BSc നഴ്സിംഗ് ഡിഗ്രി കോഴ്സാണ്. അപ്പോൾ അതിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു +2 ബയോളജി സയൻസ് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ BSc നഴ്സിംഗ് പഠിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങൾ ഫിസിക്സ് അതായത് ഈ ഒരു ബയോളജി സയൻസ് ആയാലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആയാലും അല്ലെങ്കിൽ ഈ ഒരു ഹ്യൂമാനിറ്റീസ് ആയാലും അല്ലെങ്കിൽ കൊമേഴ്സ് ആയിരുന്നാലും അതായത് നിങ്ങൾ ഈ ഒരു സയൻസ് ബയോളജി പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു ജനറൽ നഴ്സിംഗിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേങ്കിൽ ഈ ഒരു കൂടുതൽ പ്രയോറിറ്റി ഈ ഒരു ബയോളജി സയൻസ് പഠിച്ച ഒരു വിദ്യാർത്ഥിക്കായിരിക്കും. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അപ്രൂവ് ചെയ്ത് ആ ഒരു കോളേജുകളിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ളത് കേരളത്തിന് പുറത്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവലുള്ള നഴ്സിംഗ് അത് GNM നഴ്സിംഗ് കോളേജുകളാണോ ഈ ഒരു കേരളത്തിന് പുറത്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. കാരണം കേരളത്തിന് പുറത്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അഥവാ ഈ ഒരു അപ്രൂവൽ ഇല്ലാതെ കോളേജുകളിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഈ ഒരു 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാതാവും. കാരണം സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് പഠിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്ന കോളേജിൽ GNM അതായത് ഈ ഒരു GNM കോഴ്സിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അപ്രൂവ് ചെയ്ത കോളേജുകൾ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ പ്രധാനമായിട്ടും ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിനുള്ള അപേക്ഷകൾ ഈ മാസം അതായത് ഈ ഒരു ഇന്നു മുതലാണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാസമാണ് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഓരോ ഈ ഒരു GNM സ്കൂളുകളും കുറച്ച് മാത്രമേ അപേക്ഷ സ്വീകരിക്കുള്ളൂ. അതായത് ഒരു 100 200 ഒക്കെ മാത്രമേ അപേക്ഷകൾ സ്വീകരിക്കുള്ളൂ. അതിൽ കൂടുതൽ അപേക്ഷകൾ സ്വീകരിക്കില്ല. കാരണം ഓരോ ഈ ഒരു GNM കോളേജുകളും ഏകദേശം 30 മുതൽ 40 വരെ സീറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഓരോ കോളേജുകൾ അനുസരിച്ച് ആ ഒരു സീറ്റ് എണ്ണത്തിൽ വ്യത്യാസം വരും. അപ്പോൾ വിദ്യാർത്ഥികൾ ഇന്നു മുതൽ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. ഗവൺമെൻറ് കോളേജുകളിലേക്ക് അപേക്ഷ നൽകുന്നതിൻ്റെ ഡേറ്റും നിലവിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. അതായത് നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലറൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഒരു ജനറൽ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവിടെ നിന്ന് ലഭിച്ച വിവരപ്രകാരമാണ് നിങ്ങൾ ഈ ഒരു കാര്യം അറിയിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് നിങ്ങൾക്ക് അത് സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ ഫീസ് അതായത് അഡ്മിഷനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷകൾ നൽകാം. നിങ്ങൾ നേരിട്ട് പോയിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപേക്ഷയോടൊപ്പം അപേക്ഷാ ഫോം ആ ഒരു നഴ്സിംഗ് സ്കൂളിൽ കിട്ടും. അതായത് ഈ ഒരു ജനറൽ നഴ്സിംഗ് സ്കൂളുകളിൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷാ ഫീസ് ഏകദേശം അതായത് അപേക്ഷാ ഫോമിന് ഏകദേശം ഓരോ കോളേജുകൾ അനുസരിച്ച് ഏകദേശം 500 രൂപ വരെ ഈ ഒരു അപേക്ഷയ്ക്ക് ഫീസായിട്ട് വന്നേക്കാം. അപ്പോൾ അതിനോടൊപ്പം ഈ ഒരു 500 അല്ലെങ്കിൽ 300 ആ ഒരു രീതിയിലാണ് ഫീസ് വരിക. അപ്പോൾ ഓരോ കോളേജ് അനുസരിച്ചും ഈ ഒരു ഫീസിൽ ചേഞ്ച് ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ ഈ ഒരു രീതിയിൽ അതായത് 300 400 അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഓരോ കോളേജ് അനുസരിച്ചും ആ ഒരു
അതായത് മാനേജ്മെൻറ്റ് കോളേജ് അനുസരിച്ചും ആ ഒരു ഫീസിൽ മാറ്റമുണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആ ഒരു ജനറൽ നഴ്സിംഗ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു അപേക്ഷ നൽകിയ ശേഷം, അതായത് ഒരു സ്കൂളിൽ ഏകദേശം 100-200 മാത്രമേ അപേക്ഷ ക്ഷണിക്കുള്ളൂ, അതായത് അപേക്ഷ വാങ്ങിക്കുള്ളൂ. അപ്പോൾ ആ ഒരു അപേക്ഷ വാങ്ങിച്ച ശേഷം അതിൽ നിന്നും മെച്ചപ്പെട്ട, അതായത് കൂടുതൽ മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നൽകാനായിട്ട് പ്രയോറിറ്റി ഉണ്ടാവുക. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു GNM കോഴ്സിലേക്ക് കൂടുതൽ സീറ്റ് ഉണ്ടാവുക. ആൺകുട്ടികൾക്ക് സീറ്റ് റിസർവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, അതായത് 20% സീറ്റാണ് റിസർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 20% സീറ്റ് റിസർവ് ചെയ്തതുകൊണ്ട് അതായത് ആ ഒരു സീറ്റ് വളരെ കുറവായത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അവിടെ ആ റിസർവ് സീറ്റിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കാവുന്നതാണ്. അപ്പോൾ GNM കോഴ്സ് 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കോഴ്സ് കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു അതായത് എലിജിബിലിറ്റി ഈ ഒരു BSc നഴ്സിംഗ് പഠിച്ച ഒരു സ്റ്റുഡൻസിന് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ജനറൽ നഴ്സിംഗ് കോളേജുകളിൽ ഈ ഒരു അപേക്ഷ നൽകുക. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ നൽകുമ്പോൾ തന്നെ ആ ഒരു കോഴ്സിൻ്റെ വാർഷിക ഫീസ് എത്രയാണെന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.